യുണൈറ്റഡ് വെസ്റ്റ് ഹാം മത്സരത്തിൽ യുണൈറ്റഡ് ഇന്നലെ ഡ്രോ ആയി. വിച്ച് മീൻസ് ഫ്രാങ്കിന്റെ മുടി ഇനിയും നീളും. അതെ. പിന്നെ പ്രീമിയർ ലീഗിൽ വലിയ മാറ്റങ്ങളൊന്നും പോയിന്റ് ടേബിൾ സംഭവിച്ചിട്ടില്ല. ഇന്നലെ ചെൽസിയും ലീഡ്സ് മത്സരത്തിൽ അതും ഡ്രോ ആയില്ല. അതെ. പിന്നെ അൽനാസർ അതെ, FC കപ്പ് റൗണ്ട് ഓഫ് 16 അൽനാസറിന് ഇന്ന് കളിയുണ്ട്. റൊണാൾഡോ ഉണ്ടാവുന്നായിരുന്നു ആദ്യത്തെ റൂമർ. ബട്ട് ഇപ്പൊ പറയുന്നു റൊണാൾഡോ സ്ക്വാഡിൽ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് റൂമേഴ്സ് ഉണ്ട്. സോ കണ്ടറിയണം. സ്ക്വാഡ് എന്തായാലും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. അതൊക്കെ കണ്ടറിയണം. പിന്നെ അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ISL സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മോഹൻ ബഗാനുമായിട്ടാണ് ആദ്യത്തെ മാച്ച്. അത് മോഹൻ ബഗാൻ ഇപ്പൊ നല്ല ടീമാണ്. ഈ വരുന്ന ഫെബ്രുവരി 14 മാച്ച് തുടങ്ങുന്നത്. അവർ ഓൾറെഡി ബേസ് ബിൽഡ് ആണ്. ഓൾറെഡി ഒരു ന്യൂ സ്ക്വാഡായിട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു സമനില പോലും, ഒരു എവേ മത്സരമാണ്, സമനില പോലും നമുക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. ബിഗ് ക്ലബിനെതിരെ ആദ്യം തന്നെ കളിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. പിന്നെ ഓൾറെഡി മോഹൻ ബഗാന് നല്ല ഹിസ്റ്ററി ഉണ്ട് എതിരെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ. അതെ, നല്ല ഹിസ്റ്ററി. കണ്ടറിയണം. 14-ാം തീയതിയാണ് മാച്ച്. എല്ലാവർക്കും കാണാം. അന്ന് വേറെയും കുറെ പരിപാടി എടുക്കുന്നുണ്ട്. ബട്ട് നമ്മളന്ന് മാച്ച് കാണും. അതെ, പല പരിപാടികളും. അതെ, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.